കഞ്ഞിയിൽ മണ്ണ് വാരിയിടല്ലേ സാറേ. എന്നാ നിങ്ങളുടെ വിഷമം? എല്ലാവർക്കും കാര്യം മനസ്സിലാവും എന്താ നിങ്ങളുടെ വിഷമമെന്ന്. ആശുപത്രികളിൽ ബാനർ കെട്ടി ഭക്ഷണം കൊടുക്കാൻ പാടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പല ആളുകളിങ്ങനെ ബാനർ കെട്ടി കൊടുക്കുന്നുണ്ട്. ബാനർ കെട്ടി കൊടുക്കാൻ പാടില്ല. ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ. ഒരുപാട് പേരുടെ സുമനസ്സില് ഒരുപാട് അമ്മമാര് പൊതിച്ചോറ് കെട്ടി ഒരുപാട് പേരുടെ അധ്വാനത്തിലാണ് ഒരുപാട് പേരുടെ വയറ് നിറയുന്നതും കണ്ടു നിൽക്കുന്ന ഒരുപാട് പേരുടെ മനസ്സ് നിറയുന്നതും. ഒന്നോ രണ്ടോ തവണ ഈ പൊതിച്ചോറ് വിതരണം കണ്ട് കണ്ണ് നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് ഞാനും നിന്നിട്ടുണ്ട്. ആ പ്രവൃത്തിയെ മനസ്സുകൊണ്ട് അഭിവാദ്യം പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ഒരാൾ മെഡിക്കൽ കോളേജിൽ കിടക്കാന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. എന്നുവെച്ച് വീട്ടിൽ മുഴുവൻ പട്ടിണി എന്നല്ല എൻ്റെ അർത്ഥം. അവിടെ പോയി ആഴ്ചയും 1 മാസം 2 മാസമൊക്കെ ചികിത്സ തേടി നിൽക്കേണ്ട വരുന്നവൻ ഒന്ന് തൂത്തുപെറുക്കി കയ്യിലുള്ളത് നുള്ളിപ്പെറുക്കി മയലക്കത്തുനിന്ന് കടം മേടിച്ചും പണയം വെച്ചും ചിട്ടിപ്പിടിച്ചും ഒക്കെ ആയിട്ടായിരിക്കും അവിടെ വേണ്ടുന്ന അല്ലറ ചില്ലറ പൈസകളും ആയിട്ട് കയ്യിൽ കരുതിയിട്ട് അവിടെ വന്ന് നിൽക്കുന്നത്. അവർക്ക് ആ ഒരു നേരത്തെ ഭക്ഷണം വിലപ്പെട്ടത് തന്നെയാ. ഒന്നുമല്ലെങ്കിൽ വായിച്ച വെച്ച് വീട്ടമ്മമാരുണ്ടാക്കുന്ന നല്ല കഞ്ഞി കുടിക്കാമല്ലോ അല്ലേ? അതിനാണ് അവർ ക്യൂ നിൽക്കുന്നതും ഇവര് അവിടെ കൊണ്ടുവന്നത് കൊടുക്കുന്നതും. വർഷം എത്രയായി? എത്ര ലക്ഷം പേരുടെ വയറ് നിറച്ചു ഊട്ടി. അതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്നാ എത്ര വിഷമം? എന്താ നിങ്ങളുടെ വിഷമം പറ. ഒരു സംഘടനയോ ഒരു പ്രസ്ഥാനമോ ഒരു ഇതുപോലുള്ള ഒരു സത്പ്രവൃത്തി ചെയ്യുമ്പോൾ അവരവരുടെ ബാനറോ ഫ്ലെക്സോ കൊടിയോ വെക്കില്ലേ? ഇല്ലേ? വലിയ വലിയ കുഞ്ഞച്ചന്മാരുടെ വലിയ വലിയ വമ്പൻ ക്ലബ്ബുകൾ ഒരു വീൽ ചെയർ കൊടുക്കുമ്പോഴോ ഒരു വെപ്പുകാല് കൊടുക്കുമ്പോഴോ പത്രത്തിലും മണ്ണമാമച്ചന്റെ പത്രത്തിന്റെ ഫ്രണ്ടിൽ തന്നെ വെണ്ടയ്ക്കാക്ഷരത്തിൽ കാണാമല്ലോ. അല്ലെങ്കിൽ ഏതെങ്കിലും കൊമ്പത്ത് കുഞ്ഞച്ചൻ ചത്തു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ഒരു മുറിയോ ഒരു കട്ടിലോ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ തലപ്പത്തും കാണുമല്ലോ. പാവന സ്മരണയ്ക്കെന്നും പറഞ്ഞിട്ട് ഒരു പഞ്ചായത്ത് വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കി അതിൽ വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കിയതിനെക്കാട്ടിലും കാശ് മുടക്കിയിട്ട് ബോർഡ് വെക്കുമല്ലോ. MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ഒലത്തിയെന്നും പറഞ്ഞിട്ട് വെക്കണ്ടല്ലോ. ഇല്ലേ? എന്നാ ഇതിനൊന്നും മോശമില്ലേ? ഇവര് ഇത്രയും പുണ്യപ്പെട്ട ഒരു പ്രവൃത്തി അവിടെ വന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്നാ ഇതിന്റെ വിഷമം? വിഷമം ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങൾക്കുണ്ടല്ലോ യുവജന പ്രസ്ഥാനം ഇല്ലേ? ആണ്ടിലും സംക്രാന്തിക്കും കവലയിൽ ഇറങ്ങിയ ഒരു ബാനറല്ലേ ഒരു ഫ്ലെക്സും പിടിച്ചിട്ട് മുദ്രാവാക്യം വിളിച്ച് നടക്കുന്ന സമയത്ത് പൊതുജീവിതത്തിൽ കാണാറുള്ളൂ അല്ലേ? വയ്യാത്ത അമ്മച്ചയെ കൊണ്ട് കഞ്ഞിമുക്കി തേപ്പിച്ച് വൈറ്റിട്ടിട്ട് ആ പുറത്തേക്ക് ഇറങ്ങുന്ന അവരെ കൊണ്ട് പറ്റുമോ നിങ്ങൾക്ക് ഈ പരിപാടി? നടക്കുകയല്ല. കാരണം ഇത്തിരി മെനക്കേടുണ്ട്, അധ്വാനമുണ്ട്, പ്ലാനിംഗ് ഉണ്ട്. അതിനെ എല്ലാത്തിനെയും കൃത്യമായിട്ട് നടത്തിക്കൊണ്ടു പോകുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഉണ്ടാവണം. അതൊന്നും നിങ്ങൾ കൂട്ടിയാൽ കൂടത്തില്ല. അത് ഈ പിള്ളേര് ചെയ്യണ കാണുമ്പോൾ അതില് ഇത് കണ്ടു നിൽക്കുന്ന നല്ല മനുഷ്യര് നല്ല അഭിപ്രായം പറയുമ്പോൾ നിങ്ങളുടെ ഫ്രസ്ട്രേഷനാണ് നിങ്ങളെ കൊണ്ട് കമ്മ്യൂണിറ്റി കിച്ചൺ ഉണ്ടാക്കുന്നത്. മിക്കവാറും അതിന്റെ അകത്ത് മണി കടുകും വറക്കും ഒലത്തുകയും ചെയ്യും. ഈ നാട്ടിൽ നല്ല മനസ്സുള്ള അമ്മമാര് പൊതിച്ചോറ് കെട്ടുന്നുണ്ടെങ്കിൽ അത് ഈ ഡിവൈഎഫ്ഐ പിള്ളേർ കൊണ്ടുവരുകയും ചെയ്യും. അത് വിശക്കുന്നവരുടെ വയറ് ഊട്ടുകയും ചെയ്യും. കേട്ടോ സാറേ? അത് പിള്ളേര് വേറെയാ.